തുർക്കി ഓഫർ ചെയ്ത സുരക്ഷ പോരാ. തങ്ങളുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിങ്ങളുടെ രാജ്യത്ത് എത്തണമെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ യുദ്ധവിമാനങ്ങൾ പ്രസിഡന്റിന്റെ വിമാനത്തിന് അകമ്പടി സേവിക്കണം. തുർക്കി സന്ദർശിക്കുവാനുള്ള നിരന്തര അഭ്യർത്ഥനയോട് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണിത്. എന്തായിരിക്കും യുദ്ധവിമാനമില്ലാതെ തുർക്കി സന്ദർശിക്കില്ല എന്ന റഷ്യയുടെ വാശിക്കും നിർദ്ദേശത്തിനും പിന്നിൽ? ആ ഉത്തരത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. റഷ്യൻ പ്രസിഡന്റ് കർമ്മഫലം അനുഭവിക്കുമെന്ന് വിലയിരുത്തുന്ന അന്താരാഷ്ട്ര വിദഗ്ധർ വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം കൊല്ലപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന്. അതിന് തക്കതായ ചില കാരണങ്ങളും ഇത്തരം ആളുകൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം അടക്കി വാഴുന്ന രാഷ്ട്രത്തലവനാണ് പുടിൻ. തനിക്കോ തൻ്റെ പാർട്ടിക്കോ എതിരായ ഏതൊരു ചെറുവിരലനക്കത്തെയും കായികമായി നേരിടുന്നയാൾ. ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റലിജൻസ് സംവിധാനം നിലനിൽക്കുന്ന നേതാവും പുടിൻ തന്നെയാണ്. താൻ കഴിക്കാനുള്ള ഭക്ഷണം പോലും പരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷമാണ് അദ്ദേഹം കഴിക്കുക എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ പോലും അന്തരീക്ഷത്തിൽ പുടിനെ കുറിച്ച് നിലവിലുണ്ട്. പറഞ്ഞു വരുന്നത് അദ്ദേഹത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള രാഷ്ട്ര നേതാവും പുടിനാണ്. ഈ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വിദേശയാത്രകൾ അധികമൊന്നും പുടിൻ നടത്താറില്ല. പ്രത്യേകിച്ച് ഉക്രൈനുമായുള്ള സംഘർഷം ആരംഭിച്ച ശേഷം. മാത്രവുമല്ല, അന്താരാഷ്ട്ര കോടതി യുദ്ധകുറ്റവാളിയായി പുടിനെ പ്രഖ്യാപിക്കുകയും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ചില യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലും നാറ്റോ രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തിയിട്ട് പോലുമില്ല. എന്നാൽ നാറ്റോ അംഗരാജ്യമായ തുർക്കി സന്ദർശിക്കുവാനുള്ള ക്ഷണം സ്വീകരിച്ച പുടിൻ തുർക്കിക്ക് സ്വീകാര്യമല്ലാത്ത ചില ഉപാധികളാണ് മുന്നോട്ട് വെച്ചത്. അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഇലൂഷൻ 2 എന്ന വിമാനത്തിലാണ് നിലവിൽ പുടിന്റെ യാത്രകൾ ഉണ്ടാവുക. എന്നാൽ ഈ വിമാനത്തിന് പുറമെ അകമ്പടിയായി റഷ്യൻ യുദ്ധവിമാനങ്ങളും ഉണ്ടാകണം എന്നാണ് റഷ്യ തുർക്കിയെ അറിയിച്ചിരിക്കുന്നത്. പുടിൻ ഫ്ലൈ ചെയ്യുന്ന റൂട്ടിൽ വിമാനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഉക്രൈനിൽ നിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടായേക്കുമെന്ന് റഷ്യൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ തുർക്കിയുടെ വ്യോമഗതാഗത മേഖലയിൽ മറ്റു രാജ്യങ്ങളുടെ യുദ്ധവിമാനങ്ങൾ പറക്കുന്നത് തുർക്കിയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഭീഷണിയാണെന്നും അത്തരത്തിൽ പറക്കുന്ന വിമാനങ്ങളെ ശത്രു രാജ്യങ്ങളുടെ വിമാനമായി കണ്ട് ആക്രമിക്കേണ്ടി വരുമെന്നുമാണ് തുർക്കി നൽകിയ മറുപടി. അങ്ങനെ തുർക്കി പറയുന്നതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ശത്രുക്കളുടെ കാര്യത്തിൽ തുർക്കി ഒട്ടും പിറകിലല്ല. മാത്രവുമല്ല, വലിയൊരു പട്ടാള അട്ടിമറിയെ അതിജീവിച്ച രാഷ്ട്രീയ സാഹചര്യം കൂടി തുർക്കിക്ക് മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെ സുരക്ഷയിൽ തുർക്കി അതീവ ജാഗ്രതയിലുമാണ്. മാത്രവുമല്ല, തുർക്കിയിൽ പ്രവർത്തിക്കുന്ന നാറ്റോ സൈനിക ബേസുകളും ഇത് ശത്രു രാജ്യത്തിന്റെ വിമാനങ്ങളാക്കി കണക്കാക്കും. റഷ്യൻ അഭ്യർത്ഥന മാനിക്കാൻ തുർക്കി നാറ്റോ സംവിധാനങ്ങൾ അടച്ചുപൂട്ടാൻ സാധ്യതയില്ല എന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതിനാൽ തന്നെ റഷ്യയുടെ ഈ ആവശ്യം അതീവ ഗൗരവത്തിൽ തന്നെ തുർക്കി എടുക്കും. ഒക്ടോബർ മാസത്തിലാണ് പുടിന്റെ സന്ദർശനം ഉദ്ദേശിക്കുന്നത്. ഈ സമയത്ത് പോലും സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ വ്യക്തതയിലേക്ക് ഇരു രാജ്യങ്ങളും ഇതുവരെയും എത്തിയിട്ടുമില്ല. 2014 പുടിൻ അവസാനമായി തുർക്കിയുടെ അങ്കാറ സന്ദർശിക്കുന്നത്. വിദേശ രാഷ്ട്രത്തലവന്മാരുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട നയതന്ത്ര പ്രോട്ടോകോളിൽ മുമ്പ് അടുത്തിടെ പഴകിയിരുന്ന 2 മുൻ തുർക്കി അംബാസഡർമാർ റഷ്യൻ നിർദ്ദേശങ്ങൾ വളരെ അസാധാരണം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുടിന്റെ സുരക്ഷ തുർക്കിയുടെ കടമയാണ്, അത് തങ്ങൾ നിർവഹിക്കുമെന്നും തുർക്കി പറയുന്നു. വിദേശ രാഷ്ട്രത്തലവന്മാരെ അകമ്പടി സേവിക്കാൻ തുർക്കി സർക്കാർ അവരുടെ യുദ്ധവിമാനങ്ങൾ അയച്ചേക്കാം എന്നാണ് മുൻ തുർക്കി അംബാസഡർമാരിൽ ഒരാൾ വ്യക്തമാക്കിയത്. വിദേശ രാഷ്ട്രത്തലവന്മാർ അവരുടെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭവും എനിക്ക് ഓർമ്മയില്ല എന്നാണ് മറ്റൊരു അന്താരാഷ്ട്ര വിദഗ്ധൻ വ്യക്തമാക്കുന്നത്. അതേസമയം റഷ്യൻ ആവശ്യങ്ങൾ യുദ്ധവിമാനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതും നമ്മൾ കാണണം. അങ്കാറയിലെ ഏറ്റവും വലിയ 3 ഹോട്ടലുകളാണ് ഹിൽട്ടൺ, ഷെറാട്ടൺ, JW മാരിയറ്റ് എന്നിവ. ഈ 3 ഹോട്ടലുകളുമാവട്ടെ അമേരിക്കൻ ഉടമസ്ഥതയിൽ ഉള്ളതാണ്. രാഷ്ട്രത്തലവന്മാർക്ക് താമസ സൗകര്യം VIP രൂപത്തിൽ ഒരുക്കുന്നത് ഈ 3 ഹോട്ടലുകളിലാണ്. അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള ഈ ഹോട്ടലുകൾ വേണ്ടെന്നാണ് റഷ്യൻ പക്ഷം. പകരം അങ്കാറയ്ക്ക് സമീപം സർക്കാർ അതിഥി മന്ദിരങ്ങൾ നൽകാൻ കഴിയുമോ എന്ന സാധ്യത തേടുകയാണ് റഷ്യ. എന്നാൽ ഇത് വളരെ അസാധാരണ പ്രോട്ടോകോൾ പ്രശ്നമാണ് തുർക്കിക്കുണ്ടാക്കുക. മാത്രവുമല്ല, നാറ്റോ അംഗരാജ്യം എന്ന നിലയിൽ തുർക്കി ഏതെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെട്ടേക്കുമോ എന്ന ഭയവും റഷ്യൻ ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. കാരണം നേരത്തെ ഉക്രൈന് ആയുധങ്ങൾ നൽകിയതിൽ തുർക്കിയുമുണ്ട്. ഈ നീക്കത്തിനെതിരെ പുടിൻ തുർക്കിക്കെതിരെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. മാത്രവുമല്ല, റഷ്യൻ ബാങ്കുകളുമായി വ്യാപാരം നടത്തുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് 2023 ഡിസംബറിൽ US ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തിയതിനു ശേഷം റഷ്യയുമായുള്ള ഇടപാടുകൾ വലിയ തോതിൽ നിർത്തിയ
തുർക്കി ബാങ്കിംഗ് സംവിധാനത്തെക്കുറിച്ചും റഷ്യയ്ക്ക് അമർഷമുണ്ട്. ഈ നീക്കം ചില ഉഭയകക്ഷി വ്യാപാര ബന്ധങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ തുർക്കിയും റഷ്യയും ഊർജം, വ്യാപാരം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിൽ കാലങ്ങളായി സഹകരിച്ചു വരുന്ന രാജ്യങ്ങളാണ്. തുർക്കിയിലെ സിനോപ്പിൽ രണ്ടാമത്തെ ആണവ നിലയം നിർമ്മിക്കൽ, പടിഞ്ഞാറൻ തുർക്കിയിൽ ഗ്യാസ് ഹബ്ബ് സ്ഥാപിക്കുന്നതിന്റെ സാധ്യതകൾ കണ്ടെത്തൽ തുടങ്ങിയവയ്ക്കാണ് പുടിനെ തുർക്കി അവരുടെ രാജ്യത്തേക്ക് ക്ഷണിക്കുന്നത്. റഷ്യയുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ പുടിന്റെ സന്ദർശനം സാധ്യമാക്കാം എന്നാണ് റഷ്യൻ ഉദ്യോഗസ്ഥരുടെ നിലപാട്. ഈ വിഷയത്തിൽ തുർക്കിയുമായുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.